അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത്? ഇവിടെ ഒരു രാജ്യത്തേക്ക് കടന്നുകയറി ആക്രമിക്കാൻ ഇസ്രായേലിന് ആരാണ് അധികാരം നൽകിയത്? ഇത് നമ്മൾ ചിന്തിക്കണ്ടേ? ലോകത്ത് ഇത്രയധികം അന്തർദേശീയ പ്രമേയങ്ങളെയും സ്ഥാപനങ്ങളെയും നിയമങ്ങളെയും പുച്ഛിച്ചു തള്ളിയ ഒരു രാഷ്ട്രം ഇസ്രായേലിനേക്കാൾ മറ്റൊരു രാജ്യവുമില്ല, ഒരു രാഷ്ട്രവുമില്ല. ഒരു തെമ്മാടി രാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇസ്രായേൽ അധപ്പതിച്ചു എന്ന് ചരിത്രം മനസ്സിലാക്കുന്ന, ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവില്ലേ അത്? ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം ചെന്നിട്ടല്ല എൻ്റെ സംസാരം. വിശപ്പ് സഹിക്കാതെ പ്രയാസപ്പെട്ട് വിഷമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരെ പോലും വെടിവെച്ചു കൊന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. ഒരു പരമാധികാരമുള്ള ഒരു രാജ്യമല്ലേ ഇറാൻ? അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ, സൈനിക മേധാവികൾ, എംബസി ഉദ്യോഗസ്ഥർ, അങ്ങനെ പലരും ഒരു കാരണവും കൂടാതെ കൊല്ലുക എന്നത് ഒരു തെമ്മാടി രാജ്യത്തിനല്ലാതെ ആർക്കാണ് കഴിയുക? എന്താണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം? അവരുടെ ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെയും സൗഹൃദ രാജ്യങ്ങളായി മാറ്റുക, അതിന് വിസമ്മതിക്കുന്നവരെ എന്തു ചെയ്യുക എന്ന